ഇത് ഈ ഡൽഹി മൊത്തം ഇങ്ങനെ ആയിരിക്കാം. കഴുത്തല്ല, തല മൊത്തം ഇറക്കണ റേറ്റാ. ഈ അടുത്ത് ഞാൻ ഡൽഹിക്ക് ഒരു ട്രിപ്പ് പോയി ഗൈസ്. ഡൽഹി പേടിച്ചു പേടിച്ചാട്ടോ പോയത്. നമ്മളൊരു ഏജൻസി ബുക്ക് ചെയ്ത് പോയ കാരണം ഫ്രീ ആയിട്ട് വൈഫൈയും ചിപ്സും സ്നാക്സും ഒക്കെ ഉള്ളൊരു വണ്ടിയാണ് കിട്ടിയത്. എന്നിട്ട് നമ്മൾ നേരെ പോകുമ്പോൾ ഞാൻ ഡൽഹിയിലെ റോഡുകൾ നോക്കുമായിരുന്നു, കുണ്ടും കുഴിയൊക്കെ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ വെരി നീറ്റ് ആൻഡ് ക്ലീൻ. പക്ഷേ സൈഡിൽ തുണി ഉണക്കാൻ ഇട്ടിട്ടുണ്ട്, എന്തിനാണെന്ന് എനിക്കറിയില്ല. എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ മൊത്തം ഇലക്ട്രിക് ഓട്ടോ ആണ്, കണ്ടോ, സാധാ ഓട്ടോ ഒന്നും കാണാനില്ല. അങ്ങനെ ആ ഒരു 3 സ്റ്റാർ ഹോട്ടൽ തരാമെന്ന് പറഞ്ഞ ഹോട്ടൽ കണ്ടപ്പോൾ ഞാൻ കണ്ണുള്ളിപ്പോൾ ഇതാണ് എൻ്റെ ഈശ്വര എന്ന് വിചാരിച്ചു. ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് പുറത്തുള്ളതല്ല, അകത്ത് അടിപൊളിയായിരുന്നു റൂം. അത് കഴിഞ്ഞിട്ട് വിശന്ന് കുടൽ കരിഞ്ഞിരിക്കുമ്പോൾ ഒരു നല്ല നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകൂ എന്ന് ആ ഡ്രൈവറോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കൊണ്ടുവന്ന് റെസ്റ്റോറൻറ്റിലെ പ്രൈസ് കണ്ട് കഴുത്തല്ല തല എല്ലാം വെട്ടിപ്പൊളിക്കുന്ന റേറ്റ് ആയിരുന്നു ഗൈസ്. ഒരു സാധാ ചിക്കൻ കറിക്ക് 800 രൂപ സംതിങ്. പിന്നെ അവർ സ്നാക്കായിട്ട് തന്നത് ഈ ഒരു ഉപ്പിലിട്ട കുഞ്ഞുള്ളി ഇല്ലേ, അതാണ്. അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കുടല് കരിഞ്ഞിരിക്കണോണ്ട് നല്ല രീതിയിൽ ഫുഡ് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ച് തന്തൂരി ഫുള്ളായിട്ട് ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ വെയിറ്റർ പറഞ്ഞു ഇവിടുത്തെ പോർഷൻ സൈസ് ഒക്കെ ഭയങ്കരമാണ്, നിന്നെ കൊണ്ടൊന്നും തിന്നാൻ പറ്റൂല, അതുകൊണ്ട് ഹാഫ് ഓർഡർ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഹാഫാണ് ഓർഡർ ചെയ്തത്. പിന്നെ റൊട്ടി, പിന്നെ പനീർ കറി, അങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ 3 പേർക്ക് കൂടി 3000 സംതിങ് അടിച്ച് തള്ളി അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും സമാധാനമായി. അപ്പോൾ അവർ സോംഫ് പാക്കറ്റിലാക്കി കൈ തന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീമും കഴിച്ച്. ഇനി ബാക്കി വിശേഷം അടുത്ത വീഡിയോ പറയാം.